ഇന്നലെ അതായത് തിങ്കളാഴ്ച വീട്ടിൽ യൂണിറ്റ് പ്രയർ ആയിരുന്നേ. ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കൊടുത്തിരുന്നത്. രാവിലെ മോനെ സ്കൂളിൽ വിട്ടുടനെ പെട്ടെന്ന് തന്നെ ഞാൻ ചിക്കൻ കറീൻ്റെ പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. 3.5 കിലോ ചിക്കനാണ് മേടിച്ചിരുന്നത്. നമ്മൾ ഈ വീട്ടിൽ കുറച്ച് പേർക്ക് വെച്ച് ശീലമുള്ളതുകൊണ്ട് തന്നെ അധികം വെക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ. എന്നാലും സകല പാചക ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അംഗത്തട്ടിലോട്ട് കയറി. ആദ്യം തന്നെ വലിയൊരു പാത്രം എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാൻ ശേഷം കുറച്ചധികം സവാള ചേർത്ത് കൊടുത്തു. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടി 2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള വഴണ്ട് കിട്ടൽ നല്ലൊരു പണിയാണല്ലോ. നമ്മൾ കുറച്ച് വയ്ക്കുന്ന പോലെയല്ല, ഒരുപാട് വയ്ക്കുമ്പം കുറച്ചധികം സമയം എടുത്ത് തന്നെ വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും ഞാനായി വഴറ്റാനായിട്ട് തുടങ്ങി. ഇതൊക്കെ ഒരുവിധം വഴണ്ട് നല്ല ബ്രൗൺ കളറായതിനു ശേഷം അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും വഴറ്റിൽ തുടങ്ങി. വീണ്ടും നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്കൊരു 5-6 തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നന്നായി ഉടച്ചെടുക്കണം. തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ നിന്ന് വഴറ്റിൽ എൻ്റെ പണി. തക്കാളി നന്നായി ഉടഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും സാധാ എരിവുള്ള മുളക് പൊടിയും ചിക്കൻ മസാലയും എല്ലാ പൊടികളും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ ചേർത്ത് ഇതിനെ നന്നായി വഴറ്റിയെടുക്കണം. നന്നായി പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ചെറിയ തീയിലിട്ട് നന്നായി വഴറ്റി മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തു. ചിക്കൻ്റെ കൂടെ തന്നെ ഞാനൊരു 5-6 ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തായിരുന്നു. അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. എൻ്റെ സൗണ്ടിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടല്ലേ, നന്നായി ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഞാനും വെള്ളം ചേർത്തിട്ടില്ല. നന്നായി വഴറ്റിയിട്ട് ആ ചിക്കൻ എന്നുള്ള ഗ്രേവി ഇറങ്ങി വന്ന് ഈ മസാലയൊക്കെ നന്നായി ചിക്കനിലൊന്ന് പിടിച്ചു തരണം. അതുവരെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാതെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് നിങ്ങൾ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ മസാലയൊക്കെ അത്യാവശ്യം നന്നായി ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ അടച്ച് വെച്ചു. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ കണ്ടോ ചിക്കനിലുള്ള ഗ്രേവിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചാറിന് ആവശ്യമായ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണേ. ഈ വെള്ളവും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ചിക്കനൊന്ന് ഒരു പകുതി വേവാവുന്നവരെ അടച്ച് വെച്ച് കൊടുക്കാം. പകുതി വേവായതിനു ശേഷം അതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ടേസ്റ്റ് കൂടുതലാണ് ഈ കറിക്ക്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പം തേങ്ങ അരച്ചതും ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം തീയിൽ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.